ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഗായ്സ്. ഇന്ന് നമ്മൾ അടുത്ത ഒരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇടയ്ക്കത്തെ സമയത്ത് GT5 ഇടയ്ക്ക് നമ്മൾ ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്യും ഗൈസ്. ഇടയ്ക്ക് ചേഞ്ചൊക്കെ വേണ്ട ഗൈസ്, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് GT5 ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. നമ്മൾ ഡ്രോൺ ഷോട്ട് എടുത്തേക്കാണ്, അതായത് ഡ്രോൺ മോഡാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഗൈസ്. ഇപ്പോൾ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം ഗൈസ്. ഇതാണ് വണ്ടിയുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഫുള്ളി ഔട്ട്ലുക്ക് ഇതാണ് ഗൈസ്. ഒരു കിഡിലൻ ലുക്ക് തന്നെയാണ് ഗൈസ്. എനിക്ക് ഇതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വണ്ടിയിൽ കുറച്ച് കസ്റ്റമൈസും ഒക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ ഫ്രണ്ട് ലിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രീത്ത് ചെയ്യാൻ, എൻജിൻ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്പോയിലറൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് വണ്ടിയുടെ സൗണ്ട് എന്ന് പറയുന്നത്. അകത്തുനിന്ന് ഇതാണ് സൗണ്ട്. നമ്മൾ ടെർബോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി പണ്ടത്തെ വണ്ടിയത് കാണുമ്പോഴേ മനസ്സിലാവും. മീറ്റർ ബോക്സും കാര്യങ്ങളും ഗ്ലാസ് കളത്തുന്നതാണേലും ഒക്കെ നമുക്ക് കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ പരിപാടികളൊക്കെയാണ്, എല്ലാം പണ്ടത്തെയാണ്. അല്ലാതെ മറ്റേ മോട്ടറും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം റോൾ ചെയ്ത് അങ്ങനെയാണ് ഗൈസ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയാണ് ഗൈസ് വണ്ടിയുടെ അകത്തെ സൈഡ് എന്ന് പറയുന്നത് ഗൈസ്. വെയിലൊക്കെ അടിക്കുന്ന ഒരു സൈഡ് കൊള്ളാം അല്ലേ, നല്ല റിഫ്ലക്ഷൻ ഗൈസ്. ഈ ഒരു ഗെയിമിനുണ്ടല്ലോ അടിപൊളി റിഫ്ലക്ഷനാണ്, എല്ലാം നല്ല റിഫ്ലക്ഷനും നല്ല ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമിൽ പൊളി സാധനമാണ്. നമ്മൾ കളിക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഇടയ്ക്കത്തെ സമയത്ത് വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെയിലൊക്കെ അടിച്ച് പെയിൻറ്റ് ചെയ്തൊക്കെ റിഫ്ലക്ഷൻ ചെയ്ത് ഇങ്ങനെ ഒരു കാണിര് അതൊരു അടിപൊളി സാധനമാണ് ഗൈസ്, ഒന്നും പറയില്ല. അതായത് ഈ ഒരു സമയം, അതായത് ഈ ഒരു ഗെയിമിൽ ഈ ഒരു സമയമാണ് ഏറ്റവും നല്ലൊരു സമയം. അതായത് നമ്മൾ റെയിനിയും അല്ല സ്നോയും അല്ല, ഇത് സ്പ്രിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. പക്ഷേ സൂപ്പർ സമയമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഓട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ, ഓട്ടം സീസൺ ആണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുണ്ട് ഇത് ഏത് സീസണാണ്. പക്ഷേ അടിപൊളിയാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ ഗൈസ്. ഈ ഒരു വണ്ടിയുടെ പേരെന്ന് പറയുന്നത് ഫയർബേർഡ് ട്രാൻസ് AM എന്നാണ് ഗൈസ്. ഈ ഒരു വണ്ടിയുടെ ബ്രാൻഡാണ് പോണ്ടിയാക്ക്. 1977 വണ്ടിയാണ് ഗൈസ്, അതായത് അത്രയും പഴക്കമുണ്ട് വണ്ടിക്ക്. പിന്നെ നമ്മൾ ഗൈസ് എൻജിനും കാര്യങ്ങളും എല്ലാം പണിതിട്ടുണ്ട്, വേറെ എക്സ്ട്രാ മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കയറി എടുത്തെടുത്ത് നിൽക്കും ഗൈസ്. അപ്പം നമുക്ക് ട്രാക്കിലോട്ട് പോകണം. അപ്പം അതിന് മുന്നേ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഷോർട്സ് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ കയറി ഫുൾ വീഡിയോ കാണുക ഗൈസ്. അതിനകത്ത് തന്നെ ഒത്തിരി വീഡിയോസ് ഉണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ വെറൈറ്റി ഗെയിംസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ലാപ്പിൽ ഓടുന്ന സ്പെക്കാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവന്നിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ബൈ. ഗൈസ്, ഈ ഒരു ഗെയിമിന് എനിക്കിപ്പോൾ തോന്നുന്നു ഗൈസ് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഇനി നമ്മളെ ഈ എന്താ പറയുക കിലോമീറ്ററിന് വരെ ഈ മൈൽ അങ്ങനെ ആക്കിയതുകൊണ്ടായിരിക്കും ഇപ്പം എൻ്റെ മാപ്പിൽ നമ്മൾ കാണിക്കുന്നില്ല 7.1 മൈലെന്ന് കാണിക്കുന്നില്ല ഗൈസ്. അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതോ ഇനി ഗെയിംകാർ തന്നെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു ഗെയിം എടുത്തിട്ട് ഏകദേശം ഒരു 5-6 മാസമായി ഗൈസ്. 5-6 മാസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഗെയിം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തത്. പക്ഷേ ആ സമയത്ത്, അതായത് ഞാൻ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ട്യൂൺ ചെയ്തൊരു സുപ്രയൊക്കെ ഉണ്ട്. സുപ്ര ആണെങ്കിലും ലംബോർഗിനി ആണെങ്കിലും അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട് ഗൈസ്. ആ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ വണ്ടിയാണ് ഗൈസ്. അതായത് ഏകദേശം 400 എന്തായാലും 400 അടിക്കുന്നൊരു വണ്ടിയായിരുന്നു. 400, 415 അത്രയും കിലോമീറ്റർ സ്പീഡൊക്കെ കയറുന്നതാണ്, 420 ഓക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാക്കിൽ ചെല്ലുമ്പോൾ വണ്ടി ഏകദേശം 200 കിലോമീറ്റർ സ്പീഡാണ് കാണിക്കുന്നത്. പക്ഷേ ടോപ്പ് ഗിയറുമാണ്, നല്ല സ്പീഡിലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് കിട്ടില്ല വെള്ളം അല്ലേ, ഫുള്ള് ചള്ളയായി ഗൈസ്. അത് കുഴപ്പമില്ല ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഏകദേശം ഒരു 200, 260 അത്രേ കാണിക്കുന്നുള്ളൂ. അത് ഗെയിംകാർ ചേഞ്ച് ചെയ്താണോന്ന് ഒന്നും അറിഞ്ഞുകൂടാ ഗൈസ്. അത് എന്താ സംഭവം എന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇനി കിലോമീറ്റർ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. സ്പീഡോമീറ്ററിൻ്റെ കാര്യമൊക്കെ ഒരു പിടിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും പിന്നെ നമുക്ക് നോക്കാം അതെന്താ പറ്റുന്നതെന്നൊക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലോട്ട് പോകാം. ഏകദേശം ഇനി 4.3 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അയ്യോ, വണ്ടി കയ്യിൽ നിന്ന് പോയി ഗൈസ്. അത്യാവശ്യം നല്ല സ്പീഡായിരുന്നു. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ വണ്ടി ആയതുകൊണ്ടായിരുന്നു എനിക്ക് തിരിയാൻ ഭയങ്കര പാടാണ് ഗൈസ്. തിരിയാൻ നല്ലൊരു പാടുണ്ട്, പണ്ടത്തെ വണ്ടി കൊണ്ടായിരിക്കും.
പക്ഷെ വണ്ടി നല്ല രീതിയിൽ കയറുന്നുണ്ട് കേട്ടോ. ടോപ്പ് സ്പീഡ്, അതായത് 100 അടിക്കാൻ നല്ല കുറച്ച് സെക്കൻഡ് മതി. എത്ര സെക്കൻഡെന്ന് എനിക്കറിയില്ല, കുറച്ച് സെക്കൻഡ് മതി ഗൈസ്. അതിൽ നമുക്ക് പവർ കാണിക്കാൻ പറ്റും. അതെത്രയാണെന്ന് ഇനി നോക്കണം ഗൈസ്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ വണ്ടി കൊള്ളാം എന്തായാലും. പക്ഷേ വണ്ടി നല്ലപോലെ കയ്യിലൊന്നും നിൽക്കുന്നില്ല ചില സമയത്ത്. ഒത്തിരി സ്പീഡൊക്കെ ആയിക്കഴിഞ്ഞാൽ വണ്ടി കയ്യിലങ്ങനെ നിൽക്കില്ല. ഇച്ചിരി പാടാണ്. ഇതേ പോയി 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 കയറി വന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ല, കാരണം ഇതാണ് നമ്മൾ ഒത്തിരി സ്പീഡ് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നിൽക്കുമെന്ന് വിചാരിക്കും. പക്ഷേ ആ സമയമാകുമ്പോൾ ഇല്ല, വണ്ടി എത്ര തിരിഞ്ഞാലും അവിടെ തിരിഞ്ഞങ്ങോട്ട് വരത്തില്ല. എത്ര തിരിച്ചാലും വണ്ടി അതെന്തൊരു സാധനമാണ് എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഇനി ഏകദേശം 2.6 മൈലൂടെ ഉള്ളൂ. അതായത് ഏകദേശം അടുക്കാറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ മതി ഗൈസ്. നമ്മൾ നല്ല സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്ത് റോഡൊക്കെ തെന്നി കിടക്കുകയാണ്. കണ്ടോ, വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട് ഗൈസ്. വെള്ളമൊക്കെ തെറിക്കുന്നത്, ചെറിയ മഴയുണ്ട് ഗൈസ്. ചെറിയൊരു ചാറ്റ മഴയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, ചാറ്റ മഴയൊക്കെ കൊണ്ടുപോകാം ഗൈസ്. ഈ ഒരു ഗെയിമിൻ്റെ അറ്റ്മോസ്ഫിയർ ഗൈസ് അടിപൊളിയല്ലേ? നിങ്ങളൊന്ന് നോക്കിയാൽ ഗൈസ്, ശരിക്കും പറഞ്ഞല്ലോ ഈ ഒരു ഗെയിം കളിക്കുവാണെങ്കിൽ ഞാനിപ്പോൾ കളിക്കുന്ന ഗൈസ് കീബോർഡിലാണ്. കീബോർഡിലൊന്നും അല്ല ഗൈസ് ഈ ഒരു ഗെയിം കളിക്കേണ്ടത്. ഈ ഒരു ഗെയിം കളിക്കേണ്ടത് സത്യം പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീലും ആക്സിലേറ്ററും ഗിയറും ഗൈസ്. ഇത്ര സംഭവം വെച്ച് വേണം കളിക്കാൻ. അല്ലെങ്കിൽ ഒരു സുഖമില്ലെന്നല്ല ഗൈസ്, കളിക്കാനൊക്കെ നല്ല രസമാണ്. കീബോർഡിലാണെങ്കിലും കളിക്കാൻ നമുക്ക് പറ്റും. പൈസ ഇല്ലാത്തവരൊക്കെ നമുക്ക് കീബോർഡിൽ കളിക്കാനേ പറ്റൂ. അല്ലാതെ സ്റ്റിയറിംഗ് വീൽ വാങ്ങണമെങ്കിൽ 10-30,000 രൂപയാകും ഗൈസ്. എന്നാൽ പിന്നെ എനിക്ക് ആ ഒരു പൈസ കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് വലിയൊരു ലാപ്പ്, അത് അത്യാവശ്യം നല്ലൊരു ലാപ്പ് എടുക്കാൻ പറ്റും. നമുക്കിപ്പം അത്രയും റേഞ്ച് ഒന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ കീബോർഡിലാണ് കളിക്കുന്നത് ഗൈസ്. പക്ഷേ അടിപൊളിയാണ് സ്റ്റിയറിംഗ് വീലിലൊക്കെ കളിക്കാനെന്നാണ് പറയുന്നത്. ഈ ഒരു ഗെയിം മസ്റ്റായിട്ട് സ്റ്റിയറിംഗ് വീലേ കളിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഗെയിം പർച്ചേസ് ചെയ്യാൻ പറ്റൂല. ഇത് ഡീലിസ്റ്റഡ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ്. ഡീലിസ്റ്റഡ് ആയിട്ടുണ്ട് ഇതിനിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റൂല ഗൈസ്. പക്ഷേ 5 ഉണ്ട്. 5 കളിക്കേണ്ടവർക്ക് 5 കളിക്കാം. ഓക്കെ ഗൈസ്, ദേ ഇപ്പോഴത്തെയാണ് നമ്മുടെ സ്ഥലം ഗൈസ്. ഇതിനകത്ത് കയറുമ്പോൾ കിട്ടില്ല സൗണ്ടാണ് നമ്മുടെ വണ്ടിയുടെ. അതുമാത്രമല്ല വണ്ടിയുടെ ലുക്ക് നിങ്ങൾ നോക്കിയത് സൂപ്പറല്ലേ? ഭയങ്കര ഗ്ലോസി ആവും ഇതിനകത്ത് കയറി കഴിയുമ്പോൾ. വണ്ടി ഭയങ്കര രസമാണ് വണ്ടി കാണാൻ. അതുമാത്രമല്ല ഭയങ്കര സൗണ്ട്. പക്ഷേ ഗൈസ് നമ്മുടെ വണ്ടിയുടെ സൈലൻസറിൽ നിന്ന് തീയൊന്നും വരുന്നില്ല. കണ്ടോ, തീയൊന്നും വരത്തില്ല. അത്ര അഗ്രഷനുള്ളതാണെന്ന് തോന്നുന്നില്ല ഗൈസ്. ഇത് അകത്തു നിന്നുള്ള സൗണ്ട് ഇതാണ്. എന്തായാലും ഗൈസ് കൊള്ളാം കേട്ടോ. ഫുൾ നമ്മൾ പണിത് വെച്ചിട്ടുണ്ട്. ഇതിന് എത്ര കിലോമീറ്റർ സ്പീഡ് കയറുമെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, നമ്മൾ വണ്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ് 104 എങ്ങാണ്ട്, തേർഡ് 140 സംതിങ് ആണ്, ഫോർത്ത് ഗിയർ ഏകദേശം 182, ഫിഫ്ത്ത് ഗിയർ ഗൈസ് 200 കയറിയിട്ടുണ്ട്, 214 ഗൈസ്, 220 ഗൈസ്, 226. പിന്നെ സിക്സ്ത്ത് ഗിയർ ആയിട്ടുണ്ട്, 235, 37, 38, 39 ഗൈസ്, 39, 40 കയറുമെന്ന് അറിഞ്ഞുകൂടാ. 40 ജസ്റ്റ് കയറി അപ്പം തന്നെ ഇറങ്ങുകയും ചെയ്തു ഗൈസ്. 40 ജസ്റ്റ് കയറി ഇറങ്ങി വണ്ടി കയ്യിൽ നിന്ന് പോയി ഗൈസ്. വണ്ടി അതുപോലെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ വേറെ ട്രാക്കിലാണ് കളിക്കുന്നത്. ഇവിടെ കിടന്ന് ഇനി കളിക്കേണ്ടി വരും ഗൈസ്. അതായത് വീണ്ടും വണ്ടി 200 കയറിയിട്ടുണ്ട് ഗൈസ്. അതായത് ഞാനൊരു കാര്യം പറയട്ടെ, 400 കയറുന്ന വണ്ടിയൊക്കെ 260 അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ 200 കയറുന്നുണ്ടെങ്കിൽ നേരത്തെ സമയത്തെ ആ ഒരു സ്പീഡോമീറ്റർ വെച്ച് നോക്കുമ്പോൾ എത്ര ആയിരിക്കും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്തോ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗെയിം സെറ്റിങ്സ് ചേഞ്ച് ആയതാണോ എന്ന് അറിഞ്ഞുകൂടാ, അതോ ഒഫീഷ്യലി ഗെയിം ഇതായതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുവാന്നൊരു പിടിയില്ല ഗൈസ്. അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നോക്കണം എന്താ പറ്റിയെന്ന് ഗൈസ്. ഏകദേശം നിങ്ങൾ കണ്ടല്ലോ എത്ര കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി കയറിയെന്ന്. ഇനി നമുക്ക് നമ്മുടെ ട്രാക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അവനെ ഇടിച്ച് ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.